നേഴ്സുമാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ വളരെ എംപത്തറ്റിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. വളരെ എംപത്തറ്റിക് ആയിരിക്കണം. അവർ എവിടെയും എംപത്തറ്റിക് ആയിരിക്കണം. അവർ റിക്വസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് മാത്രമല്ല അവരുടെ പ്രശ്നം. ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് നേഴ്സുമാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 9 നേഴ്സുമാരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ എംപത്തറ്റിക് ആയിരിക്കണം എന്നുള്ളതും, അവർക്ക് ശുശ്രൂഷിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അവിടെ ക്ലീനിങ് ജോബുകൾ അടക്കം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. യൂറിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ. ക്ലീനിങ്ങിന് സ്റ്റാഫ് ഉള്ളപ്പോൾ പോലും ഇവര് ആ ജോലി ചെയ്യേണ്ട അവസ്ഥ. പോരാത്തതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സാലറി സംബന്ധിച്ചിട്ട് വേറെ ഒരു അവസ്ഥ ഉള്ളത്, അവർ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ 2 മാസം അവർക്ക് സാലറി കിട്ടുന്നില്ല. ചില ഹോസ്പിറ്റലുകളിൽ ആദ്യത്തെ 2 മാസം അവർക്ക് സാലറി ഇല്ലാതെ പിന്നെ ആ സാലറി പിടിച്ചുകൊണ്ട് അവര് റിസൈൻ ചെയ്യുന്ന സമയത്ത് 2 മാസം മുമ്പ് റിസൈൻ ലെറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടില്ല. 2 മാസം സാലറി അവർക്ക് അവിടെ കട്ടാവാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഇന്ന് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നേഴ്സിംഗ് പ്രൊഫഷന് വേണ്ടിയിട്ട് 10-15 ലക്ഷങ്ങളും മുടക്കി കഴിഞ്ഞ് അവർക്ക് കേരളത്തില് ഇത്രയേറെ നേഴ്സുമാരുടെ സമരങ്ങൾ നടന്നിട്ട് പോലും അവർക്ക് ഇതുവരെ അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് നേടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാലറിയുടെ കാര്യം തന്നെ ഇന്നും ഈ 20,000 രൂപ പ്രോപ്പറായിട്ട് കൊടുക്കാത്ത, അവൈലബിൾ ആവാത്ത ഒരുപാട് നേഴ്സുമാർ നമ്മുടെ ഇവിടെ ഉണ്ട്. ഈ നേഴ്സുമാരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അത്ര ജനറലൈസ് ചെയ്തിട്ട് കാണാൻ കഴിയുന്ന ഒരു വിഷയങ്ങളല്ല. എവിടെയും എംപത്തറ്റിക് ആവണം എന്ന് പറയുമ്പോൾ അവരുടെ സെൽഫ് റെസ്പെക്ട് പോലും അവർക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ, മാനസികാരോഗ്യം കീപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് മാനസിക പീഡനങ്ങളിലൂടെയാണ് നേഴ്സുമാര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റ് എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കേസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവര് മുന്നോട്ട് വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പേടിയാണ്. ഈ ഗുഡ് ബാഡ് എന്ന് പറയുന്ന, എക്സലന്റ് ഈ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പേടിയാണ്. ഇവരുടെ മാനസികാരോഗ്യത്തിന് അത്രയ്ക്കും അധികം, മാനസികാരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള നേഴ്സുമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷൻ പോലും അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ അവരുടെ മാനസികാരോഗ്യം പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ നേഴ്സുമാരുടെ പ്രൊഫഷൻ ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ 10-15 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ സാധ്യതയില്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥകളിലാണ് ഇന്ന് നേഴ്സുമാര് നിലനിൽക്കുന്നത്. ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടും, ഇന്നും സമരങ്ങൾ നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടും, ഇന്ന് അവരുടെ നേഴ്സിംഗ് അസോസിയേഷനിൽ പോലും കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ഇല്ല. കാരണം അതിൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ 2,000 രൂപയോളം കൊടുക്കണം, മാസം പേയ്മെന്റ് കൊടുക്കണം. അത് പ്രായോഗികമായിട്ട് അസോസിയേഷൻ നിലനിൽക്കേണ്ട നടപടിയല്ല എന്നാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഇവിടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നേഴ്സുമാർ നമ്മളെ പോലെയുള്ള വ്യക്തികളാണ്. അവരുടെ ജോലികൾ അവർക്ക് അവരുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. IT മേഖലയുടെ വർക്കുകൾ പോലും, TV കേടായാൽ പോലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നന്നാക്കേണ്ട അവസ്ഥയിലാണെന്ന് അവരുടെ പ്രൊഫഷൻ എടുക്കുന്നത്. സോ അവർക്ക് അവരുടെ ജോലി മാത്രം ചെയ്തുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും വിലയിരുത്തേണ്ടത് ഗവൺമെന്റ് ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.